ഒരു നൂറ്റാണ്ടിന് മുൻപ് അരങ്ങേറിയ വിസ്മയകരമായ ഒരു കഥകളി പ്രകടനത്തെ അതിന്റെ എല്ലാ തനിമയോടും കൂടി വീണ്ടെടുക്കാനുള്ള അപൂർവമായൊരു പുനരാവിഷ്കരണ പദ്ധതിക്ക് വേദിയൊരുങ്ങുന്നു. കാറൽമണ്ണ വാഴയങ്കട കുഞ്ചൻ നായർ മെമ്മോറിയൽ ട്രസ്റ്റും കാനഡയിലെ മോൺട്രിയൽ ആസ്ഥാനമായുള്ള ഡാൻസ് കലാശാസ് എന്ന നൃത്ത സംഘവും സംയുക്തമായാണ് ഈ ഗവേഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. 1916 ജനുവരിയിൽ കോട്ടയത്ത് വെച്ച് നടന്ന നരകാസുരവധം കഥകളിയെ ആധാരമാക്കിയാണ് ഈ പുനരാവിഷ്കരണം വിഭാവനം ചെയ്തിരിക്കുന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ രചനയായ ഈ ആട്ടക്കഥ കഥകളിയുടെ ചരിത്രത്തിൽ ആവിഷ്കാര സങ്കേതങ്ങളെ പുതുക്കിപ്പണിഞ്ഞ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 2020 കലാമണ്ഡലം യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ദി കഥകളി എക്സ്പ്ലോറർ എന്ന കൃതിയും 1926 ഫ്രഞ്ച് ഭാഷയിൽ പുറത്തിറങ്ങിയ ലെസ് കഥകളീസ് ടു മലബാർ എന്ന എൻഡോഗ്രാഫിക് വിവരണവും ഈ പദ്ധതിയുടെ പ്രധാന സ്രോതസ്സുകൾ. നരവംശാസ്ത്രത്തിൽ ലഭ്യമായ ഏറ്റവും പഴയ എത്നോ കൊറിയോഗ്രാഫിയായി ഈ കൃതി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത നൃത്ത സംവിധായകനും പണ്ഡിതനുമായ ഡോക്ടർ റിച്ചാർഡ് ട്രൈംബ്ലെയുടെ നേതൃത്വത്തിലാണ് ഈ ബഹുവിഷയ ഗവേഷണ പദ്ധതി നടക്കുന്നത്. വെറുമൊരു അവതരണത്തിനപ്പുറം പഴയ കാലത്തെ സ്റ്റേജ് സവിശേഷതകൾ, നിർമ്മാണം, കാണികളുടെ അനുഭവം എന്നിവയെല്ലാം സജീവമായ രൂപത്തിൽ പുനഃസൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. കാരണം രാജാന്റെ പോലുള്ള ഒരാളെ കഥകളി ചരിത്രം പഠിച്ചതും കഥകളി ഇത്തിരി ഇടപെട്ട ആളെ അയാളുടെ ഇന്റലക്ച്വൽ ഇൻപുട്ട് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ കുഞ്ചൻ ട്രസ്റ്റിന്റെ അവിടെ സ്റ്റേജ് അണിയെല്ലാം എന്താ അവിടെയുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ചു വരുന്നു അതിനൊക്കെ. പക്ഷെ പ്രധാനമായിട്ടും ഇത് പ്രോജക്റ്റ് അപ്രൂവ് ആണെച്ചാൽ ഇത് അവിടെ നിന്നാണ് ഫണ്ടിങ് വരിക. ഇവിടെ വല്ല ലോക്കൽ ഫണ്ടിങ് അതിൻ്റെ അപ്പം തീരുമാനിക്കുക. അതിനാണ് ഒരു പ്രോജക്ട് മാനേജറാണ് ഇതിന് തീരുമാനിക്കുക. ഇപ്പോൾ ഉള്ളത് ഒരു പ്രിലിമിനറി ഇതാണ്. പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം ഗവേഷണം, കൊറിയോഗ്രാഫി, കലാകാരന്മാരുടെ തിരഞ്ഞെടുപ്പ്, ധനകാര്യം എന്നിവയുടെ ഉത്തരവാദിത്വം ഡാൻസ് കലാശാസിനാണ്. അവതരണത്തിനാവശ്യമായ സ്ഥലം, പ്രാദേശിക സൗകര്യങ്ങൾ, സാങ്കേതിക വൈദഗ്ധ്യം എന്നിവ വാഴയങ്കട കുഞ്ചൻ നായർ ട്രസ്റ്റ് ലഭ്യമാക്കും. And memorandum of understanding, which we are going to sign today, is just the one part of the agreement that we are going to have together. That is preliminary. Actually, it's a memorandum of understanding, and the memorandum of understanding will just work on the preliminary steps that we have to follow together to get to this project and stage it properly. That is just I want to tell right now, if it is okay, that it is not properly an archival work. So we don't expect to have, of course, it's impossible that the 1916 performance would perform exactly like it was in 1916. വാർത്താ സമ്മേളനത്തിൽ ഡാൻസ് ആർട്ടിസ്റ്റിക് ഡയറക്ടർ റിച്ചാർഡ് ട്രൈംബ്ലെ, ട്രസ്റ്റ് പ്രസിഡന്റ് ടി കെ അച്യുതൻ, ട്രസ്റ്റ് സെക്രട്ടറി എൻ പീതാംബരൻ, കെ ബി രാജാനന്ദ്, കലാമണ്ഡലം പ്രദീപ് എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.